ഇനി പോകുന്നത് കാസർഗോഡേക്കാണ്. സിജു കണ്ണൻ ചേരുകയാണ്. സിജു, വളരെ സജീവമായി വളരെയധികം വിഷയങ്ങൾ ചർച്ച ചെയ്ത മണ്ഡലമാണ് കാസർഗോഡ്. അവിടുത്തെ അവസാന നിമിഷങ്ങളിലെ കാഴ്ചകൾ എങ്ങനെയായിരുന്നു? കൊട്ടിക്കലാശത്തിന്റെ ആവേശം എത്ര? അസിത, ആവേശം കൊട്ടിക്കയറി തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് സമാപനമായിരിക്കുകയാണ്. ഇന്ന് LDFന്റെ കൊട്ടിക്കലാശം നടന്നത് പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചാണ്. ഇന്ന് രാവിലെ മുതൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിന്റെ എല്ലാ മേഖലകളെയും തൊട്ടുകൊണ്ടുള്ള മെഗാ റോഡ് ഷോയോട് കൂടിയാണ് ഇന്ന് കലാശക്കൊട്ടിന്റെ ദിവസം പരസ്യ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ LDF കളം നിറഞ്ഞത്. ഇന്ന് രാവിലെ കർണാടക അതിർത്തിയായ മഞ്ചേശ്വരം മണ്ഡലത്തിലെ ഹൊസങ്കടിയിൽ നിന്നാണ് LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ റോഡ് ഷോ ആരംഭിച്ചത്. ഹൊസങ്കടിയിൽ നിന്ന് മഞ്ചേശ്വരം മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലൂടെ കടന്നു വന്ന കാസർഗോഡ് മണ്ഡലത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ നിന്ന് ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഉദുമ മണ്ഡലത്തിലേക്ക് കടന്നു. ഉദുമയിലും വിവിധ കേന്ദ്രങ്ങളിൽ നൂറുകണക്കിന് പേരാണ് MV ബാലകൃഷ്ണൻ മാസ്റ്ററെ സ്വീകരിക്കാനെത്തിയത്. അതിനുശേഷം കാഞ്ഞങ്ങാട് മണ്ഡലത്തിലൂടെയായിരുന്നു LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ മെഗാ റോഡ് ഷോ കടന്നുപോയത്. പിന്നീട് തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ, പിന്നീട് പയ്യന്നൂർ മണ്ഡലത്തിലേക്ക് പ്രവേശിച്ചു. പയ്യന്നൂർ മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും അവസാനത്തെ മണ്ഡലമായ കല്യാശ്ശേരി മണ്ഡലത്തിൽ എത്തുമ്പോൾ ആവേശം അണപൊട്ടിയൊഴുകുന്ന രീതിയിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് ബൈക്ക് റാലിയിലും അതോടൊപ്പം തന്നെ മറ്റ് ബാൻഡ് മേളങ്ങളും എല്ലാമായി LDF സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാനെത്തിയത്. പല സ്ഥലങ്ങളിലും പുഷ്പവൃഷ്ടി നടത്തിയാണ് LDF സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. അതിനുശേഷം ഏറ്റവും ഒടുവിൽ 5:30 പയ്യന്നൂർ ഈ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് LDFന്റെ റോഡ് ഷോ എത്തി. റോഡ് ഷോ എത്തുമ്പോൾ ആയിരങ്ങളാണ് ഈ റോഡ് ഷോയിലേക്ക് അണിനിരന്നത്. ചെങ്കൊടി ഉയർത്തിയും അതോടൊപ്പം തന്നെ LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ പ്ലക്കാർഡുകൾ ഉയർത്തിയും വർണ്ണ ബലൂണുകൾ ഉയർത്തിയും പലതരത്തിലുള്ള വാദ്യമേളങ്ങളുമായി വലിയ തോതിൽ LDF പ്രവർത്തകർ ഈ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് ഒരു ആവേശത്തിന്റെ അല്ലകടലായി ഒഴുകിയെത്തുന്ന ഓരോ സാഹചര്യമാണ് കണ്ടത്. വലിയ ആവേശത്തോടു കൂടിയാണ് LDF 2 മാസം നീണ്ട പരസ്യ പ്രചാരണം അവസാനിപ്പിച്ചത്. ആദ്യഘട്ടം മുതൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ നേരത്തെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലായിരുന്നു LDF. അതുകൊണ്ട് തന്നെ ഓരോ നിയോജക മണ്ഡലത്തിലും 7 നിയോജക മണ്ഡലം, കല്യാശ്ശേരി മുതൽ മഞ്ചേശ്വരം വരെയുള്ള 7 നിയോജക മണ്ഡലത്തിലും 3-4 തവണ നേരിട്ടെത്തി വോട്ടർമാരെ കാണാൻ സാധിച്ചു. വലിയ ആവേശം ഓരോ മണ്ഡലത്തിലും പ്രചാരണ രംഗത്തുയർത്താൻ LDFന് കഴിഞ്ഞു. ശക്തമായ മുന്നേറ്റമാണ് LDF കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലുണ്ടാക്കിയത്. ആ ആവേശം അവസാന മണിക്കൂറുകളിലും നമ്മൾ കണ്ടു. പ്രചാരണത്തിൽ വലിയ മേൽക്കൈ നേടിക്കൊണ്ട് LDF മുന്നോട്ട് വെച്ച വലിയ വിഷയങ്ങൾ, വലിയ രാഷ്ട്രീയ വിഷയങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. യുവാക്കൾ, സ്ത്രീകൾ, അതോടൊപ്പം തന്നെ മറ്റെല്ലാ മേഖലകളിലുമുള്ള തൊഴിൽ മേഖലകളിലുമുള്ള ആളുകളെല്ലാം തന്നെ ആ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിധിയുണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. വലിയ ആവേശത്തിൽ LDF ക്യാമ്പ് നിൽക്കുന്നു. ഈ പരസ്യ പ്രചാരണം അവസാനിക്കുമ്പോൾ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം കഴിഞ്ഞ തവണ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടതാണ്. ആ മണ്ഡലം 3.5 പതിറ്റാണ്ട് കാലം LDFന്റെ പ്രതിനിധികളെ പാർലമെന്റിലേക്ക് അയച്ച മണ്ഡലം ഇത്തവണ LDF തിരിച്ചു പിടിക്കുമെന്ന ഒരു ആത്മവിശ്വാസമാണ് LDF ക്യാമ്പ് പങ്കുവെക്കുന്നത്. അതേസമയം കാസർഗോഡ് കേന്ദ്രീകരിച്ചുള്ള ഒരു കൊട്ടിക്കലാശമായിരുന്നു UDF അതോടൊപ്പം NDA മുന്നണികളുടേത്. NDAയുടെ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായുള്ള റോഡ് ഷോ ആരംഭിച്ചത് കസബ കടപ്പുറത്ത് നിന്നാണ്. കസബ കടപ്പുറത്ത് നിന്ന് ആരംഭിച്ച കാസർഗോഡ് നഗരത്തെ ചുറ്റി വിവിധ കേന്ദ്രങ്ങളിലൂടെ യാത്ര ചെയ്തുകൊണ്ട് കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിലാണ് NDAയുടെ പ്രചാരണം കൊട്ടിക്കലാശം സമാപിച്ചത്. UDFന്റെ കൊട്ടിക്കലാശം ആരംഭിച്ചത് മേൽപ്പറമ്പ് നിന്നാണ്. മേൽപ്പറമ്പ് നിന്ന് യാത്ര ചെയ്ത് വിവിധ കേന്ദ്രങ്ങളിലൂടെ യാത്ര ചെയ്തുകൊണ്ട് കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡാണ് UDFന്റെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ കൊട്ടിക്കലാശം, അതായത് അവസാന മണിക്കൂറുകളിലെ റോഡ് ഷോ നടന്നത്. ഏതായാലും വലിയ ആവേശമാണ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആദ്യഘട്ടം മുതൽ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട UDFന്റെ നിലപാടുകളടക്കം ചർച്ച ചെയ്തുകൊണ്ട് വലിയ രാഷ്ട്രീയ ചർച്ചയിലേക്ക് കേരളത്തിലെ ആകെ തന്നെ തിരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ ചർച്ച ഉയർന്നു വന്ന ഒരു മണ്ഡലം എന്ന നിലയിൽ UDFന്റെ നിലപാടുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ, നിലപാടിലെ വ്യക്തതയില്ലായ്മയുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ ഈ തിരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ചർച്ചകൾ നിർണയിച്ച ഒരു മണ്ഡലമാണ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം. അതുകൊണ്ട് തന്നെ അത്തരം ചർച്ചകൾ വളരെ സജീവമായി നടക്കുകയും ആ ആവേശം അവസാന മണിക്കൂറുകളിലും കൊട്ടിക്കലാശത്തിന്റെ മണിക്കൂറുകളിലും നമുക്ക് കാണാൻ കഴിഞ്ഞു. ആവേശത്തിന്റെ കൊടുമുടിയേറി കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ പരസ്യ പ്രചാരണം അവസാനിച്ചിരിക്കുന്നു. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ്. വളരെ നിർണായകമായ മണിക്കൂറുകളിലേക്ക് മുന്നണികൾ കടക്കുകയാണ്. അസിത, ഇടത് കോട്ട MV ബാലകൃഷ്ണൻ മാസ്റ്ററിലൂടെ തിരിച്ചുപിടിക്കാനാകുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. വലിയ ആവേശം കാസർഗോഡും കാണുന്നു.